ഇതാണ് പോർട്സ്മൗത്ത് റോസ് ഗാർഡൻ. കാണുന്നതാണ് പോർട്സ്മൗത്ത് ബീച്ച്. ഇവിടെ കുറേ പ്ലേ ഏരിയ ഉണ്ട്. ടീന, ഹെൻറിക്, ഷാർലറ്റ്, അമ്മയുണ്ട്. പ്ലം ട്രീ ആണ്. പ്ലംസ് ഉണ്ടാവും, കുറച്ച് നാൾ കഴിയും. ഒരു വലിയൊരു പ്ലം ട്രീ. പ്ലംസ് ആയിട്ടില്ല. ഇത് പ്ലംസ് ആണെന്ന്. ഇത് ഉണ്ടോ, അതിനകത്തുണ്ടോ? ആഹാ, പ്ലംസ് ഉണ്ടെന്ന് ടീന പറഞ്ഞു. അപ്പോൾ പ്ലംസ് കാണിച്ചു തന്നു. 1-2 ഉണ്ടോ അവിടെ ഇവിടെയൊക്കെ? ഈ ഒരു പ്ലംസ് ആദ്യം ഞാനിപ്പോൾ ശരിയാക്കി തരാം. Hold the beer. Hold the camera. Hello guys. അത് അങ്ങനെ പറിക്കാൻ പോടാ. അല്ലാതെ പഴമായിട്ടില്ല. ജസ്റ്റ് കക്കാണ്. കക്ക് പുളി ഉണ്ടാവും. മതിയില്ലേ? അല്ല, അത് പറിക്കണോ? വേണം. വെറുതെ പറിച്ച് കളയണ്ട. ഭയങ്കര പുളിയായിരുന്നു പറഞ്ഞു. പുളിയല്ലേ അമ്മേ? പുളിയുള്ള പ്ലംസ് കഴിച്ചിട്ടുണ്ട്. അടുത്ത വേറൊരു പ്ലംസ് വരുന്നുണ്ട്. ഇത് നല്ല തൊട്ടടുത്ത. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവരും പറിച്ചത് തീർത്തേക്കുമാണ്. കാരണം ഇവിടെ കുറച്ചേക്കാം. പുളിയാണ്, ഭയങ്കര പുളിയാണ്. ഒരു പട്ടി ഓടി വരുന്നു. ഇതും പ്ലംസാണ്. ഇതും പ്ലംസ് മരം. റെഡ് ലീഫാണ് ഈ പ്ലംസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ല, ചുമന്ന ഇലകളാണ്. നല്ലൊരു നമ്മുടെ ഗ്രീൻ ഇലകൾക്ക് ഗ്രീൻ നിറം കൊടുക്കുന്ന ക്ലോറോഫിൽ എന്ന് പറഞ്ഞൊരു സംഭവം കുറവുള്ളത് കൊണ്ടായിരിക്കും ഇതിന് റെഡ് കളർ. ഇതാണ് പോർട്സ്മൗത്ത് റോസ് ഗാർഡൻ്റെ വാതിക്കെത്തി നമ്മൾ. ഇതാണ് പോർട്സ്മൗത്ത് റോസ് ഗാർഡൻ. ബാക്കി വീഡിയോ ഇനി റോസ് ഗാർഡൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ റോസ് ഗാർഡനിലെത്തി. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസിൻ്റെ കംപ്ലീറ്റ് സീസൺ ആയിട്ടില്ല. റോസ് അങ്ങോട്ട് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഡിഫറെൻറ്റ് റോസ് ഉണ്ട് അവിടെ. തന്നെ കയറുമ്പോൾ തന്നെ എല്ലാം മഞ്ഞ റോസ് ഉണ്ട്. എന്നാലും നമുക്ക് കാണാൻ നല്ല രസമുള്ളൊരു അന്തരീക്ഷമാണ്. ഡാർക്ക് റെഡ്. പക്ഷെ ഇവിടെ ശരിക്ക് പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ ഇതൊന്നും അല്ല. ഇത് നല്ല കട്ടയ്ക്ക് നിൽക്കും. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു 20% പോലും ആയിട്ടില്ല ഇതിൻ്റെ പൂക്കളുടെ ഒരു മനോഹാരിത. ഒരു ഓഗസ്റ്റിലൊക്കെയാണ്, ഓഗസ്റ്റ്, ജൂൺ, ജൂലൈ ഒക്കെ ആകുമ്പോഴാണ് ഇവിടെ ശരിക്കും റോസ് ഉണ്ടാകുന്നത്.
കുഴപ്പമില്ല, എന്നാലും ചെറിയൊരു എൻജോയ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇത് അധികം നിൽക്കുന്നില്ല ഇവിടെ, നമുക്ക് പോയിട്ട് അടുത്ത മാസങ്ങളിൽ എപ്പോഴെങ്കിലും വരാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ പോർട്സ്മൗത്ത് ബീച്ചിലെത്തി, സൗത്ത് സീ ബീച്ച്. വലിയ തിരകളൊന്നുമില്ല, ചില സമയത്ത് ഇവിടെ നല്ല വേവ്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അത്ര വലിയ വേവ്സ് ഇല്ല, കാം സീ ആണ്. ഇതാണ് റോസ് ഗാർഡൻ, റോസ് ഗാർഡനിലുള്ള എക്സിറ്റ്. പെബിൾ ബീച്ചാണ് അവിടെ, പെബിൾ ബീച്ച്. ചെരുപ്പില്ലാതെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തൊക്കെ ചെറിയ വഴക്കാണെന്ന് തോന്നുന്നു. ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പോകും. ഇത് പോർട്സ്മൗത്ത് ടൗൺ സിറ്റിയിലുള്ള ഒരു ഗാർഡൻ ഏരിയ ആണ്. സൈഡിലൊക്കെ ഫ്ലാറ്റുകളും റോഡ്, അപ്പുറ സൈഡിൽ ബീച്ച്. അങ്ങ് കാണുന്ന ബീച്ചാണ്. നല്ലൊരു നന്നായി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ഫ്രീ ഏരിയ, നമുക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്നൊരു ഏരിയ. നല്ല ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ, പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. എന്താണ് എൻ്റെ പേര്? പിയോണി. എവിടെ പിയോണി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേരാണ് പിയോണി. പക്ഷെ ഇതാണ് നമ്മളവിടെ കണ്ടത്. പിയോണി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഫ്ലവർ.
പേര് പറയണോ? ഇതിന്റെ പേരെന്താ? Use the app. പിക്സിയർ. 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 നമ്മുടെ വൈഫ് ഒരു ഫ്ലവർ എക്സ്പേർട്ടാണ്. ഫ്ലവറിന്റെ മിക്ക ഫ്ലവറിന്റെയും പേരും ഇതൊക്കെ അറിയാം. പിക്സിയർ. ഇതിന്റെ ചിഹ്നം പോലെയാണോ ഇരിക്കുന്നത്? പല ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങോട്ട് കിടക്കാം. Come on guys. It's in my car. ഇത് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ജമന്തി ബന്തി എന്നൊക്കെ പറയുന്ന ടൈപ്പ്. പുല്ലയിൽ കാണുന്നത് ഇവിടുത്തെ ഒരു ഡെയ്സി, കോമൺ ആയിട്ട് കാണുന്ന ഒരു. കളർ നോക്കിയടാ, ഇതെന്താ കളർ പറയുക? ഇതേത് ചെടിയാണ്? പെറ്റൂണിയ. ഈ കളറ് നാടൻ ബന്ദി. നാടൻ ബന്ദി, ബന്ദിപ്പൂണ്ട്. ആംബിയൻസ് ആണ് ഈ പ്രാവുകളൊക്കെ ഇവിടെ. നല്ല കാറ്റും നല്ലൊരു വൈബാണ്. സ്പോർട്സ് മൗത്ത്, സൗത്ത് സീ, ബീച്ച് സൈഡും കൂടിയാണ്. അപ്പോൾ അതൊരു പ്രത്യേക ഒരു എനർജിയാണ്. അപ്പുറ സൈഡില് ഫ്ലാറ്റ്സും ഇവിടെ ഉള്ളവരെയൊക്കെ നടുക്കൊരു റോഡുണ്ട്. പിടിച്ചിട്ടില്ല. ഒരു പ്രത്യേകതരം ചെടി അല്ലേ, ഭൂമിയിൽ ഇല്ലാത്തൊരു ചെടി പോലെ. ആർട്ടിച്ചോക്ക് പോലെ ഉണ്ടല്ലോ. അല്ല, അത് ആർട്ടിച്ചോക്ക് പോലെ ഇല്ല, മറ്റേ ചെടി. ഇതല്ലേടി മറ്റേ അറിയില്ല. അല്ല അതല്ല
വാ ലെറ്റ്സ് ഗോ. വാ. ഇത് വേറെ ഡബിൾ കളറല്ലേ? ഇത് 3 കളർ വന്നിട്ടുണ്ട്. ഗ്രീൻ, വയലറ്റ്, ഓറഞ്ച്. പിന്നല്ലേ പോന്നാ. അപ്പൊ ഇനി ഞങ്ങള് ഫ്ലവറിന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇനി ഞങ്ങള് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തേക്കും സ്ഥലത്തോട്ട് പോകണം. ഇനിയിപ്പോ അടുത്ത വീഡിയോ എടുക്കാം. താങ്ക് യു.